ഹൗസ് അപ്ലയൻസസ്, വീട്ടുപകരണങ്ങൾ. ഇതൊരു കൂടയാണ്. ഇതിൽ പച്ചക്കറികളും മറ്റ് സാധനങ്ങളും കൊണ്ടുചെല്ലുവാൻ സൗകര്യമായിരിക്കും. ഇതൊരു കുപ്പിയാണ്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇതാണ് തെർമോ ഫ്ലാസ്ക്. ഇതിൽ ചൂടുള്ള സാധനങ്ങൾ ചൂടോടെയും തണുത്തവ അതേപോലെ തണുപ്പായിട്ടും കുറെ അധിക നേരം സൂക്ഷിക്കുവാൻ സാധിക്കും. ഇതൊരു ചൂലാണ്. വീട്ടിൽ തറ തൂത്തുവാരി വൃത്തിയാക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു ഡസ്റ്റ് പാനാണ്. വീട്ടിലെ പൊടിപടലങ്ങൾ ഇതിലാണ് ഇടുന്നത്. ഇതൊരു വാക്യൂം ക്ലീനറാണ്. പൊടിപടലങ്ങളെ വലിച്ചെടുത്ത് തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊരു ചവറ്റുകുട്ടയാണ്. ഇതിലാണ് ആവശ്യമില്ലാത്ത കുപ്പയും മറ്റും ഇടുന്നത്. ഇതാണ് മോപ്പ്. തറ തൂത്തുവാരിയ ശേഷം വെള്ളം നനച്ച് തുടയ്ക്കുവാൻ ഉപയോഗിക്കുന്നു. ഇത് ഒരു വാഷിംഗ് മെഷീനാണ്. ഈ അലക്ക് യന്ത്രത്തിലാണ് തുണികൾ കഴുകി വൃത്തിയാക്കുന്നത്. ഇതൊരു ഹാങ്ങറാണ്. വസ്ത്രങ്ങൾ തൂക്കിയിടുവാൻ ഹാങ്ങർ ഉപയോഗിക്കുന്നു. ഇതൊരു ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടിയാണ്. വസ്ത്രങ്ങൾ തേക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ബേബി ബഗ്ഗി. ഇതിലാണ് കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ടുപോകുന്നത്. ഇതൊരു നെയിൽ കട്ടറാണ്. ഇതുപയോഗിച്ച് കൈകാലുകളിലെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കാം. ഇതൊരു പേഴ്സാണ്. ഇതിലാണ് പൈസ സൂക്ഷിക്കുന്നത്. ഇതൊരു ബ്രീഫ് കേസാണ്. ഇതിലാണ് ഫയലുകളും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ടുപോവുക. ഇതൊരു സ്യൂട്ട് കേസാണ്. ഇതിലാണ് നമ്മുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോവുക. ഇത് മെഴുകുതിരിയാണ്. കറണ്ട് ഇല്ലാത്ത സമയത്ത് വെളിച്ചം കിട്ടാൻ മെഴുകുതിരി ഉപയോഗിക്കാം. ഇതൊരു ടോർച്ചാണ്. ഇത് വെളിച്ചം തരും. ഇതൊരു തുന്നൽ യന്ത്രമാണ്. വസ്ത്രങ്ങൾ തുന്നാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതാണ് സൂചി. ഇതാണ് നൂൽ. ഇതുകൊണ്ടാണ് തുണികൾ തയ്ക്കുന്നത്. ഇതൊരു പൂട്ടും ഇതതിന്റെ താക്കോലുമാണ്. നാം പുറത്തു പോകുമ്പോൾ വീട് പൂട്ടി സുരക്ഷിതമായി വെക്കാനാകും. ഇതാണ് ഏണി. വളരെ ഉയരത്തിലുള്ള വസ്തുക്കളെ എടുക്കാൻ ഇതിലൂടെ കയറി ചെല്ലാം. ഇതൊരു കയറാണ്. കെട്ടി വരിയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്.